നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർമുലാസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സെല്ലിൽ ഒരു ഫോർമുല എൻ്റർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെന്നെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ഫോർമുല ബിഗിൻ ചെയ്യുന്നത് ഏത് സൈനിലാണെന്ന് ചോദിച്ചാൽ ഈക്വൽ സൈനിലാണ് ബിഗിൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സും ഒക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഫങ്ഷൻസും എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് നമ്മൾ ആദ്യമേ അറിയേണ്ടത്. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമുലാസിനെ ആണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഫോർമുല നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതിരിക്കും, നമ്മൾ ഡയറക്റ്റ് വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫങ്ഷൻസ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ മേ അക്സെപ്റ്റ് വൺ ഓർ മോർ ഡേറ്റ ബട്ട് ക്യാൻ റിട്ടേൺ ഓൺലി വൺ വാല്യൂ. അതായത് ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഒന്നിലധികം ഡേറ്റാസ് കൊടുക്കും, പക്ഷേ ഒരു റിസൾട്ടിനെ അതെന്ത് ചെയ്യും, നമുക്ക് ഡിസ്പ്ലേ ചെയ്യും, അല്ലെങ്കിൽ ഒരു വാല്യൂവിനെയാണ് അത് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ഫോർമുലാസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഫങ്ഷൻസ് ആണ് പ്രീ ഡിഫൈൻഡ് ഫോർമുലാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫങ്ഷനിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ പല രീതിയിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്, ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ ഫങ്ഷൻ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഫങ്ഷൻ ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫോർമുല ചെയ്യുന്നത് പോലെ തന്നെ ആദ്യമേ കൊടുക്കേണ്ടത് ഈക്വൽ സൈൻ ആണ്. അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ നെയിം കൊടുക്കുക. നെയിം കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റിൽ അതിനകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട വാല്യൂസ് കൊടുക്കുക. അങ്ങനെയാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ആണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് സമ്മ്, ആവറേജ്, കൗണ്ട്, മാക്സ്, മിന്ന്, ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനിൽ വരുന്നത്. ഇതെല്ലാം നമ്മൾ ഓട്ടോ സം ഫീച്ചർ പറഞ്ഞ സമയത്ത് ഇവിടെ നമ്മൾ പറഞ്ഞ് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഇവിടെ ഓട്ടോ സമ്മിലെ ഏതൊക്കെയാണ്, സമ്മ്, ആവറേജ്, കൗണ്ട്, മാക്സ്, മിന്ന്, അതുപോലെ തന്നെ കുറേ അധികം ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫങ്ഷൻസ് എങ്ങനെയാണ് ഡയറക്റ്റ് കൊടുക്കുന്നത്, ഓട്ടോസം അല്ലാതെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നതാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ച് വാല്യൂസ് എൻ്റർ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ കോളത്തിൽ കുറച്ച് വാല്യൂസ് എൻ്റർ ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് വാല്യൂസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ രണ്ട് വാല്യൂസിൻ്റെ സം കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ എങ്ങനെ സം കാണുന്നതെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ ഈക്വൽ സൈൻ കൊടുക്കുക. ഈക്വൽ സൈൻ കൊടുത്തിട്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് സമ്മ്. അപ്പോൾ സമ്മെന്ന് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ആ ഫംഗ്ഷൻ നെയിം കാണിക്കും. സമ്മ് വരുന്ന ഫങ്ഷൻസ് എല്ലാം കാണിക്കും. സം ഉണ്ട്, സം ഇഫ് ഉണ്ട്, സം ഇഫ്സ് ഉണ്ട്, അതുപോലെ തന്നെ സം പ്രോഡക്റ്റ്, അങ്ങനെ ഉള്ള ഫങ്ഷൻസ് കാണിക്കും. നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള സമ്മിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ സം ഫംഗ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റ് കൊടുത്തിട്ട്, ഇപ്പോൾ ബ്രാക്കറ്റ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ നമ്പർ 1, നമ്പർ 2 എക്സെട്ര എന്ന് കാണിക്കുന്നുണ്ട്. അതെന്താണ്, നമുക്ക് സം കാണാനുള്ള നമ്പേഴ്സ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്പേഴ്സ് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് 67, അതുപോലെ തന്നെ കോമ ഇട്ടിട്ട്, പിന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് നമ്പർ 1 കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം, അടുത്ത നമ്പർ കൊടുക്കുമ്പോൾ കോമ കൊടുക്കണം. അടുത്ത 76, 765, 454, അങ്ങനെ ഞാൻ 2-3 വാല്യൂസ് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്ന ഈ വാല്യൂസിനെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ സമ്മിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ആ വാല്യൂസിൻ്റെ സമ്മ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് നമ്പേഴ്സ് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെൽ റെഫറൻസ് യൂസ് ചെയ്യാം. അതായത് സെല്ലിൻ്റെ അഡ്രസ്സ് നമുക്ക് റെഫർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈക്വൽ, നമ്മൾ ഏത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്, സം ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ബ്രാക്കറ്റ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഏതാണ്, ഈ സെല്ലാണെങ്കിൽ എനിക്ക് ആ സെല്ല് ക്ലിക്ക് ചെയ്യുക, കോമ കൊടുക്കുക. അടുത്ത സെല്ല് ഏതാണെന്ന് വെച്ചാൽ ആ സെല്ല് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ എത്രത്തോളം സെല്ലുണ്ടോ അത് ഇത്രയും കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബ്രാക്കറ്റ്
ക്ലോസ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് സമ്മ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റേഞ്ച് ഓഫ് വാല്യൂസ് വെച്ചിട്ടും കൊടുക്കാം. ഈക്വൽ കൊടുക്കുക, ഫംഗ്ഷൻ നെയിം കൊടുക്കുക, ബ്രാക്കറ്റിൽ ഏതൊക്കെ വാല്യൂസിൻ്റെയാണ് സം കാണേണ്ടത്, ഇത് ഇത്രയും വാല്യൂസിൻ്റെ കാണണമെങ്കിൽ അത്രയും റേഞ്ച് സെലക്ട് ചെയ്യുക. ഏത് A1 മുതൽ D1 വരെയുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പം ഇങ്ങനെ ഈ 3 രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വാല്യൂസ് കൊടുക്കാം. സം ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ സം ആണ് നമ്മൾ പഠിച്ചത്. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആവറേജ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് വാല്യൂസിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ സം കാണുക, എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം ആവറേജ് കാണാനുള്ള ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ എന്ത് കൊടുക്കണം, ഏത് ഫംഗ്ഷൻ ആയാലും ഫോർമുല ആയാലും ബിഗിൻ ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ്. ഈക്വൽ കൊടുക്കുക, ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നെയിം കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ വരുന്നുണ്ട്, കണ്ടോ, ആവറേജ് എ, ആവറേജ് ഇഫ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താലും ഇവിടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ആ ഒരു ബ്രാക്കറ്റ് വരും. അതിനുശേഷം നമ്മൾ റേഞ്ച്, ഏത് റേഞ്ചിൻ്റെ ആണോ ആവറേജ് കാണേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ സെല്ല് നമ്മൾ എവിടെയാണോ കൊടുത്തത് ആ സെല്ലിനകത്ത് അത്രയും വാല്യൂസിൻ്റെ ആവറേജ് കിട്ടും. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ, കണ്ടോ, ആവറേജ് ഓഫ് B1 ടു B4, B1 മുതൽ B4 വരെയുള്ള വാല്യൂസിൻ്റെ ആവറേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മാക്സ് ആണ്. മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളൊരു റേഞ്ച് സെലക്ട് ചെയ്താൽ അതിനകത്തുള്ള ഗ്രേറ്റസ്റ്റ് വാല്യൂ ഏതാണോ അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുക ഈക്വൽ മാക്സ് എന്ന് കൊടുക്കുമ്പോൾ ദേ ഇവിടെ കണ്ടോ മാക്സ് വന്നത്. അപ്പോൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് റേഞ്ചാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ റേഞ്ച് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള റേഞ്ച് സെലക്ട് ചെയ്തു. എവിടെ മുതൽ, A1 മുതൽ E3 വരെയുള്ള റേഞ്ച് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും, ഇത്രയും റേഞ്ചിനകത്തുള്ള ലാർജസ്റ്റ് നമ്പർ ഏതാണ്, 1022 എന്ന് വാല്യൂ കിട്ടി. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിൻ ഫംഗ്ഷൻ ആണ്. മിൻ എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ, അതായത് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈക്വൽ മിൻ. മിനിമം വാല്യൂ അല്ലെങ്കിൽ സ്മോളസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ മിന്നാണ്. മിനിമം എന്നോ സ്മോൾ എന്നോ അങ്ങനെയൊന്നും ചോദിക്കില്ല, അങ്ങനെയും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ലാർജസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ മാക്സ്, സ്മോളസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ മിന്ന്. പിന്നെ ആവറേജ്, ആ ഫംഗ്ഷൻ അത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ നെയിം ഏതാണ്, അതിൽ AVG കൊടുത്തിട്ടുണ്ട്, ആവറേജ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പല രീതിയിൽ ചോദിക്കും. അപ്പോൾ AVG ഒന്നുമല്ല ആൻസർ വരുന്നത്, ആവറേജ് എന്ന് തന്നെയാണ് ഫംഗ്ഷൻ നെയിം വരുന്നത്, അത് ശ്രദ്ധിക്കണം. ഇനി നോക്കിയേ, മിൻ ഫംഗ്ഷൻ നോക്കി, ഈക്വൽ മിൻ ഓഫ് മിൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാല്യൂ കൊടുക്കേണ്ട ആ ഒരു റേഞ്ച് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പം മിൻ ഫംഗ്ഷനിൽ ഏതാണ്, ഇതിൽ മിനിമം വാല്യൂ ഏതാണ്, 3. മിനിമം വാല്യൂ കിട്ടി. നമ്മൾ പറഞ്ഞത് സം പറഞ്ഞു, അതുപോലെ തന്നെ ആവറേജ് പറഞ്ഞു, മിൻ പറഞ്ഞു, മാക്സ് പറഞ്ഞു. ഇനി പറയാനുള്ളത് കൗണ്ട് ആണ്. കൗണ്ട് എന്ന് പറയുമ്പോൾ ഈക്വൽ കൗണ്ട് എന്നതിന് കൊടുക്കുക. അപ്പോൾ ഇപ്പം നമ്മളൊരു റേഞ്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ റേഞ്ചിൽ എത്ര വാല്യൂസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കൗണ്ട് ഉണ്ട്, കൗണ്ട് എ ഉണ്ട്, കൗണ്ട് ഇഫ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കൗണ്ടും കൗണ്ട് എയും ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിന് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. ഇപ്പോൾ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്തോ നമ്മുടെ നോൺ ബ്ലാങ്ക് ആയിട്ടുള്ള, എല്ലാവർക്കും തിരിഞ്ഞു പോകുന്ന നോൺ ബ്ലാങ്ക് ആയിട്ടുള്ള ന്യൂമറിക് വാല്യൂസിനെ മാത്രമാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം, ന്യൂമറിക് വാല്യൂസിനെ മാത്രമേ അത് കൗണ്ട് ചെയ്യത്തുള്ളൂ. നോക്കിയേ, ഇപ്പം ഞാൻ കൗണ്ട് എന്ത് കൊടുത്തു, ബ്രാക്കറ്റ് കൊടുത്തു. ഈ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് സെലക്ട് ചെയ്യുകയാണ്. ഇത്രയും റേഞ്ച് ഓഫ് വാല്യൂസ് സെലക്ട് ചെയ്തു. ഇതിനകത്തുള്ള ന്യൂമറിക് വാല്യൂസിനെ കൗണ്ട് ചെയ്യാനാണ് കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതിന് ആൻസർ എത്രയാണെന്ന് നോക്കാം. എത്രയാണ്, 10 ആണ് ആൻസർ വരുന്നത്. നമ്മൾ എവിടെ വരെയാണ് സെലക്ട് ചെയ്തത്, ഇവിടെ വരെയാണ് സെലക്ട് ചെയ്തത്. ഇതിനകത്ത് എത്ര വാല്യൂസ് ഉണ്ട്, 1 2 3 4 5 6 7 8 9 10 11 വാല്യൂസ് ഉണ്ട്.
ഉണ്ട് ഇല്ലേ? അപ്പം നോൺ ബ്ലാങ്ക് ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൗണ്ട് ചെയ്യത്തില്ല. വാല്യൂസ് ഉള്ളത് കൗണ്ട് ചെയ്യും. അതിൽ ന്യൂമറിക് വാല്യൂസ് മാത്രമേ കൗണ്ട് ചെയ്യൂ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ക്യാരക്ടർ വാല്യൂ ഉണ്ട്, പക്ഷേ കൗണ്ടിനകത്ത് എന്ത് കൗണ്ട് ചെയ്തിട്ടില്ല, ഈ ക്യാരക്ടർ വാല്യൂ ഉള്ള സെല്ല് കൗണ്ട് ചെയ്തിട്ടില്ല. ന്യൂമറിക് അതായത് നമ്പേഴ്സ് മാത്രമേ കൗണ്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ഫുള്ള് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിയാൽ ഇവിടെ എത്രയുണ്ട്, 4, 4, 8, 9, 10, 11 വാല്യൂസ് ഉണ്ട്. പക്ഷേ ഇവിടെ എത്രയാണ് നമുക്ക് വന്നേക്കുന്നത്, 10 വന്നേക്കുന്നത്. എന്തുകൊണ്ടാണ്? ന്യൂമറിക് വാല്യൂസിനെ മാത്രമേ കൗണ്ട് ഫംഗ്ഷൻ കൗണ്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൗണ്ട് ചെയ്യുന്നത് എന്താണ്, നോൺ ബ്ലാങ്ക്, അതായത് ബ്ലാങ്ക് അല്ലാത്ത, ബ്ലാങ്കും കൗണ്ട് ചെയ്യത്തില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്നതിൽ ബ്ലാങ്ക് ആയിട്ടുള്ള സെല്ലിനെ അവോയ്ഡ് ചെയ്യും. ക്യാരക്ടർ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഉള്ള സെല്ലിനെയൊക്കെ അവോയ്ഡ് ചെയ്യും. ന്യൂമറിക് ആയിട്ടുള്ളതിനെ മാത്രമേ കൗണ്ട് ഫംഗ്ഷൻ കൗണ്ട് ചെയ്യത്തുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കൗണ്ട് എ എന്താണെന്ന് നോക്കാം. കൗണ്ട് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ, നോൺ ബ്ലാങ്ക് സെൽസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് എ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ച് തന്നെ നമുക്ക് കൗണ്ട് എ വെച്ചിട്ടൊന്ന് കൊടുത്തു നോക്കാം. ഈക്വൽ കൗണ്ട് എ ഫംഗ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കൗണ്ട് എ ഓഫ് ഏതൊക്കെ വാല്യൂസ് ആണ്, ഇവിടെ വരെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. A1 to D4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ എത്ര വാല്യൂസ് വന്നു, നമുക്ക് 11 വാല്യൂസ് വന്നു. അതെന്താണ്, ഇവിടെ നോൺ ബ്ലാങ്ക് ആയിട്ടുള്ള എല്ലാ വാല്യൂസിനെയും കൗണ്ട് ചെയ്യും. നമ്പർ മാത്രമല്ല, ക്യാരക്ടറിനെയും എല്ലാ വാല്യൂസിനെയും കൗണ്ട് ചെയ്യും. പക്ഷേ കൗണ്ട് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നോൺ ബ്ലാങ്ക് ആയിട്ടുള്ള ന്യൂമറിക് വാല്യൂസിനെ മാത്രമേ കൗണ്ട് ചെയ്യൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും തെറ്റിപ്പോകുന്നതും തിരിഞ്ഞു പോകുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ആണ്. അതിൽ സമ്മ്, ആവറേജ്, മാക്സ്, മിന്ന്, കൗണ്ട് ഇതുവരെയാണ് പറഞ്ഞത്. കൗണ്ട് എ പറഞ്ഞു, അതുപോലെ തന്നെ കൗണ്ട് ഫംഗ്ഷനും പറഞ്ഞു. ഇതിൽ നമ്മൾ പറഞ്ഞ ആവറേജ്, കൗണ്ട്, മാക്സ്, മിൻ ഇത്രയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസിൽ വരുന്നത്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിൽ വരുന്നതാണ് നമ്മുടെ സം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു മാത്തമാറ്റിക്കൽ ഫങ്ഷൻ നോക്കാം. ABS ആണ്. ABS എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ABS. അപ്പോൾ ഇപ്പം നമ്മൾ നെഗറ്റീവ് നമ്പറോ പോസിറ്റീവ് നമ്പറോ കൊടുത്താലും അതിനകത്തുള്ള അബ്സല്യൂട്ട് നമ്പറിനെ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഈക്വൽ ABS അബ്സല്യൂട്ട് ABS ഫംഗ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ വാല്യൂ കൊടുക്കുക. ഇപ്പോൾ -6 ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും, 6 ആയിരിക്കും. ഇനി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും ഈക്വൽ ABS ഓഫ് 6 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, 6 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതായത് ദിസ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ വരുന്നത്. ഈക്വൽ ഇൻഡിജർ വാല്യൂ, അതായത് ഇത് എന്താ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ നമ്മൾ കൊടുത്താൽ അതിൻ്റെ നിയറസ്റ്റ് ഇൻഡിജർ ഏതാണോ അതുമായിട്ട് റൗണ്ട് ചെയ്യുന്നതാണ് ഇൻഡ് ഫംഗ്ഷൻ. കാണിക്കാം. ഈക്വൽ 5.1 5 ഈക്വൽ ഇൻറ്റു 5.1 5.1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻഡിജർ വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ നിയറസ്റ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ് 5.1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂവിൻ്റെ ഇൻഡിജർ പാർട്ട് ഏതാണ്, 5 ആണ് ഇൻഡിജർ പാർട്ട്. അപ്പോൾ നിയറസ്റ്റ് ഇൻഡിജർ ഏതാണോ വരുന്നത് അത് റൗണ്ട് ചെയ്യും. ഈക്വൽ ഇൻറ്റു 5.1 എന്ന് കൊടുത്താൽ എന്ത് കിട്ടും, 5 കിട്ടും. ഇനി ഈക്വൽ മൈനസ് വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ഈക്വൽ ഇൻറ്റു -6.7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, -7 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഈക്വൽ ഇൻറ്റു -8.1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഏതായിരിക്കും, -9 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ABS എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ, ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി ഇൻഡ് എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ദി ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, അതായത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ റൗണ്ട് ചെയ്ത് അതിൻ്റെ നിയറസ്റ്റ് ഇൻഡിജർ ഏതാണോ ആ ഇൻഡിജർ വാല്യൂയിലേക്ക് റൗണ്ട് ചെയ്യുന്നതാണ് ഇൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മോഡാണ്. മോഡ് എന്ന് പറഞ്ഞാൽ
നമ്മൾ ഡിവിഷൻ ചെയ്തതിന് ശേഷമുള്ള റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈക്വൽ മോഡ്, അതായത് മോഡുലസ് എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ദ മോഡുലസ് ഓഫ് 2 വാല്യൂസ്. 2 വാല്യൂസ് നമ്മൾ കൊടുത്താൽ എൻ്റെ മോഡുലസ് ഫൈൻഡ് ചെയ്യും. മോഡുലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡിവിഷൻ ചെയ്തതിന് ശേഷമുള്ള റിമൈൻഡർ ആണ്. ഇപ്പം ഈക്വൽ മോഡോ നമ്മൾ എന്ത് കൊടുക്കും? 10 ഡിവൈഡഡ് ബൈ 3 ആണെങ്കിൽ 10,3 നമ്മൾ കോമ ഇട്ട് കൊടുക്കും. അതായത് ഇവിടെ കൊടുത്തേക്കുന്നുണ്ട് മോഡ് ഓഫ് നമ്പർ കോമ ഡിവൈസർ. അപ്പം നമ്പർ 10 ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് നമുക്ക് 3 വെച്ചിട്ടാണ്. അപ്പോൾ അത് കൊടുത്തു. അതിന് ശേഷം എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ റിമൈൻഡർ എത്രയാണ്? 3 × 3 9. ബാലൻസ് നമുക്ക് എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. റിമൈൻഡർ 1 ആണ്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്നത് മോഡുലസ് ഫംഗ്ഷൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? റിമൈൻഡർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മോഡുലസ് റിമൈൻഡർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ മോഡുലസ്, മോഡ് അങ്ങനെയൊക്കെ കാണും. ഏതാ യൂസ് ചെയ്യുന്നത്? മോഡ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. മോഡിൻ്റെ സിൻടാക്സ് എന്ന് വെച്ചാൽ ഈക്വൽ മോഡ് നം കോമ ഡിവൈസർ. നമ്പർ കൊടുക്കുക, അതിനുശേഷം ഡിവൈസർ കൊടുക്കുക. പിന്നെ ഉള്ളത് സ്ക്വയർ റൂട്ടാണ്. SQRT എന്നാണ് സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ. SQRT സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ളതാണ്. SQRT ഓഫ് നമ്മൾ 25 കൊടുത്താൽ 25ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 5ൻ്റെ സ്ക്വയർ അല്ലേ 25. അപ്പം നമുക്ക് 25ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ എത്ര വരും? 5 വരും. അപ്പോൾ SQRT സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് SQRT ആണ്. ഇതിൻ്റെ ഇത് എന്താ സിൻടാക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈക്വൽ SQRT നമ്മളിത് കൊടുത്തു നോക്കുക. എന്താ ഇവിടെ വാല്യൂ കൊടുക്കുക. ഏതിൻ്റെ സ്ക്വയർ റൂട്ടാണോ കാണുന്നത് ആ സ്ക്വയർ റൂട്ടിൻ്റെ നമ്പർ അല്ലെങ്കിൽ ആ വാല്യൂ കൊടുക്കുക. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 36 ഇത്ര കിട്ടും, നമുക്ക് 6 കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് മെയിനായിട്ടുള്ള ഫങ്ഷൻസ് ആണ്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസും പറഞ്ഞു, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും പറഞ്ഞു. ഇനി നമുക്ക് ടെക്സ്റ്റ് ഫങ്ഷൻസും ലോജിക്കൽ ഫങ്ഷൻസും പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്